തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഇന്നലെ നടന്ന ആ കയ്യാങ്കളിയുണ്ടല്ലോ, ഏതായാലും UDFിൻ്റെ കോൺഗ്രസിൻ്റെ കൗൺസിലർമാർ BJP കൗൺസിലർമാർക്കെതിരെ പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ട്. BJPയും പരാതിയിലേക്ക് കടക്കും അല്ലേ? തീർച്ചയായും ഇന്നലെ ഉണ്ടായ സംഭവങ്ങൾ വളരെ നാടകീയമായ സംഭവങ്ങളാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇന്നലെ അരങ്ങേറിയത്. നമുക്കറിയാം, കൗൺസിൽ യോഗം ചേരുന്നതുമായി ബന്ധപ്പെട്ട് കൗൺസിൽ യോഗം ചേർന്ന ശേഷമാണ് ഈ കയ്യാങ്കളിയിലേക്ക് വന്നത്. നമുക്ക് ഏറ്റവും പ്രധാനമായ കയ്യാങ്കളി ഉണ്ടായിരുന്നത് UDFും BJP അംഗങ്ങളുമാണ്. അതിൽ UDFിലെ പാർലമെന്ററി കക്ഷി നേതാവ് കൂടിയായിരിക്കുന്ന KS ശബരിനാഥും BJP കൗൺസിലർ ചെമ്പഴന്തി ഉദയനും തമ്മിൽ നേർക്കുന്നവരിക്കും കയ്യാങ്കളി ഉണ്ടാവുകയും ഒക്കെ ചെയ്ത ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതിൽ UDFിലെ വനിതകൾ 4 വനിതകളുടെ ആശുപത്രിയാണ് 4 വനിതകളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് BJP കൗൺസിലർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് പോലീസ്. അതിൽ ഈ കേസിൽ ചെമ്പഴന്തി ഉദയനെ 1-ാം പ്രതിയാക്കിയാണ് കേസെടുത്തിരിക്കുന്നത്. പാപ്പനംകോടി സജി ഉൾപ്പെടെയുള്ള BJP കൗൺസിലർമാരൊക്കെ പ്രതിസ്ഥാനത്തുണ്ട്. മറുഭാഗത്ത് ഈ പരാതി കൊടുത്തിരിക്കുന്നത് UDFിലെ വനിതാ കൗൺസിലർമാരാണ്. മേരി അതോടൊപ്പം തന്നെ വൈഷ്ണവ് ഉൾപ്പെടെയുള്ള കൗൺസിലർ അംഗങ്ങളാണ് പരാതി കൊടുത്തിരിക്കുന്നത്. വനിതാ കൗൺസിലർമാർ പരാതി കൊടുത്തിരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ BJP കൗൺസിലർമാർക്കെതിരെ മാത്രമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് നിലവിൽ. അതേസമയം കഴിഞ്ഞ ദിവസം കയ്യാങ്കളി ഇരുഭാഗത്തു നിന്നൊക്കെ ഉണ്ടായി എന്നാണ് നമ്മൾ ദൃശ്യങ്ങൾ കണ്ടത്. അങ്ങനെ തന്നെയാണ് റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നത്. അപ്പോൾ ഇന്നിപ്പോൾ കേസെടുത്തിരിക്കുന്നത് BJP കൗൺസിലർമാർക്കെതിരെയാണ്. ഇന്ന് BJP കൗൺസിലർമാരും പ്രത്യേകിച്ച് BJP വനിതാ കൗൺസിലർ അടക്കമുള്ളവർ ഇന്ന് പോലീസിൽ പരാതി നൽകും. അതനുസരിച്ച് മറുഭാഗത്ത് UDF കൗൺസിലർമാർക്കെതിരെ ഇന്ന് കേസെടുക്കാനുള്ള സാധ്യതയാണ്. അവരുടെ പരാതി ഇന്ന് കൊടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് ഈ വിഷയം കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ടതാണ്. LDFും അതോടൊപ്പം തന്നെ UDFും വലിയ രീതിയിൽ പ്രതിഷേധം സുഗതന്റെ രാജി ആവശ്യപ്പെടാൻ സുഗതനെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള സമരം പ്രതിപക്ഷത്ത് റിലേ സത്യാഗ്രഹം LDF നടത്തിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അതിന്റെ ഭാഗമായി UDFും ഇന്നു മുതൽ ഒരു റിലേ സത്യാഗ്രഹമാണോ നടത്തുക എന്നവർ അറിയിച്ചിട്ടില്ല. എങ്കിൽ പോലും സമരങ്ങളുടെ ഒരു തുടർച്ച ഉണ്ടാകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അവിടെ കോർപ്പറേഷനിലേക്ക് പ്രതിഷേധ സമരവുമായി എത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായി UDFിന്റെ മറ്റ് പോഷക സംഘടനകളൊക്കെ തന്നെയും കൗൺസിലർ സുഗതനെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് അറിയുന്നു. മറുഭാഗത്ത് LDF തുടർച്ചയായി നടത്തുന്ന റിലേ സത്യാഗ്രഹം അതൊരു ഭാഗത്ത് തുടരുകയും ചെയ്യുകയാണ്. അപ്പോൾ കോർപ്പറേഷന്റെ വാതിൽക്കൽ അല്ലെങ്കിൽ കോർപ്പറേഷന് മുന്നിൽ ഇനി പ്രതിപക്ഷ പാർട്ടികളായ LDFിന്റെയും UDFിന്റെയും തുടർച്ചയായുള്ള സമരങ്ങൾ, കൗൺസിലറെ പുറത്താക്കണമെന്ന് ആവശ്യമുള്ള തുടർച്ചയായ സമരങ്ങൾ കൂടി സാക്ഷ്യം വഹിക്കുകയാണ്. ഇന്നു മുതൽ അങ്ങോട്ട് സമരം 2 പേരും ഏറ്റെടുത്ത് സമരം നടത്തുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതേസമയം BJP ആകട്ടെ, ഭരണകക്ഷിയാകട്ടെ വലിയ രീതിയിലുള്ള ആത്മവിശ്വാസത്തോട് തന്നെയാണ്. കാരണം എന്തൊക്കെ സംഭവിച്ചാലും കൗൺസിലറെ പുറത്താക്കാനുള്ള സാധ്യത രാഷ്ട്രീയ സാഹചര്യമോ നിയമപരമായോ അങ്ങനെ ഒരു വശമില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും മേയർ ഉൾപ്പെടെയുള്ളവർ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. മായ. ശരി, ആൻഫിൽഡ് ഡിസൂസയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.